ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ അഫിൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗ് ഇട്ടതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഔട്ടു വെരി ഫാസ്റ്റ്. അപ്പോൾ അതിൽ ഇപ്പച്ചി കടന്നുറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പച്ചീനെ എണീച്ചിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആർക്കും സ്കൂളും പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചത് വമ്പം ഭീകരമായ മാറ്റങ്ങളാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. അല്ലേമ്മ, എന്തൊക്കെ തരം മാറ്റങ്ങൾ. ഉമ്മച്ചി പറഞ്ഞാൽ നമ്മൾ പോകാൻ കാത്ത് കഴിഞ്ഞിട്ടോ ഒന്ന് വീടൊന്ന് അടിച്ച് പൊളിച്ച് പണിയെടുക്കാൻ. ഞങ്ങളിവിടെ എത്ര ദിവസം വരെ അത് എന്താണ് ഉപ്പച്ചി സ്വിച്ച് ഇടാൻ പറയുന്നുണ്ട് കേട്ടോ. അതെ, എന്താണ് പറ, ഏത് സ്വിച്ചപ്പാ ഇതാ ദിമക്ക. ഓ വാവ്, മൂന്ന് തരം മോഡലുള്ള ലൈറ്റുകൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടോ. ഇവിടുത്തെ കണ്ണാടിയും മാറി വേറെ സാധനമാക്കി. ഇനി നമ്മൾ ഇവിടെ ഒരു പുതിയ ഡ്രസ്സും കട തുടങ്ങിക്കണം, അത് കാണിച്ചു തരാം. പടിവാൾ എന്നിട്ടോ ഒരു മിനി ഡ്രസ്സും കട നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കണ്. എന്തത് കാട്ടിക്കണ്, എന്താ അജ്വത്, ഇത് എന്താ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഫുള്ള് വെള്ള, ഇവിടുത്തെ കുറച്ച് ബ്ലാക്ക്, ഫുൾ അടുക്കി പൊറിച്ചിട്ട് വാങ്ങിക്കണേ. ഇത് ഇനി ബാക്കിയാ, അടുത്ത തിരുമ്പിയത് തൂക്കാനേ കാര്യം. ഒരു കാര്യം പറയാനുള്ള, ഇത് ഡ്രസ്സും പീടി അല്ല, എടുക്കണോര് ശ്രദ്ധിച്ചില്ലേ, ഒരു ചൂര് ഇതിന്റെ അടിയിലാവും കൂടി വാങ്ങിയേക്കണ്ടേ, അതുകൂടി വാങ്ങിയേക്കണം. ചന്തയ്ക്ക് ഞാൻ പൊട്ടിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ മറ്റേ ഡ്രസ്സ് കടയിൽ പോയിട്ട് സൈസ് ഏതാ 34, ഇത് 34 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതേപോലെ ഫാത്തിമ ഇവിടെ കിടക്കണ സ്ഥലേനി. ഫാത്തിമ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഫാത്തിമാക്ക് കിടക്കാൻ സ്ഥലമില്ല, ഡ്രസ്സ് ഞാൻ പന്ത് പണിയിട്ട് വലിയ കട്ടിൽ ഇവിടുന്ന് കൊണ്ടുപോയി ഫാത്തിമാക്ക് ഭാഗത്തൊരു കട്ടിലിട്ടു. അത് ഇമ്പോർട്ടഡ് സെഷനിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് 299 ചെയ്തുതരാം. 299 ചെയ്തുതരാം നമ്മള് ലാസ്റ്റ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട്. ഇനി ഹാലിന്റെ ടീഷർട്ട് കേട്ടോ, പെരുന്ന് കളന്നിട്ട് ഇൻസൈഡ് ചെയ്തൊക്കെ. അനു അറിയും കറുപ്പ് പാൻറ്റില്ല, കറുപ്പ് പാൻറ്റില്ല. അക്കണ്ടത് മുഴുവൻ കറുപ്പ് പാൻറ്, മുഴുവൻ കറുപ്പ് പറഞ്ഞോട് കറുപ്പില്ല, ഈ കറുപ്പല്ല, ആ കറുപ്പ്, ആ കറുപ്പല്ല, ഈ കറുപ്പ്, ഫുള്ള് കറുപ്പ് തന്നെ. ഇതിലെന്താ കേപ്പിൻ്റെതാ പെട്ടി. ഇതിന്ന് കുറച്ച് ഒഴിവാക്കാണ്ട്, ഇതിൽ ഇവിടെ എല്ലോലതും ഉണ്ട്, ഇവിടെ എല്ലാത്തോലതും ഉണ്ട്. കൊറേ അവിടെ പുറത്തൊരു കറുപ്പ ഷർട്ട് ഉണ്ട്, നമ്മളെ പെരീത്ത് ആരുമായിട്ട് ബന്ധം. അതുണ്ട്. അതൊക്കെ ഇവിടെ ഇഞ്ഞിട്ട് വേണേ എനിക്ക് കൊണ്ടുപോകാം, മേലേക്ക് കൊണ്ടുപോയിക്കോ. ഒരു മിനി ഡ്രസ്സിന്റെ കട നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയ ഗ്യാപ്പിൽ ഒക്കെ ഉണ്ട്, ഒക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഇടാൻ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കുക, അതേപോലെ എടുത്തു വെക്കുക. അത്രേ ഉള്ളൂ. ഈ കാണാതായൊക്കെ പിന്നെ മേലുണ്ടാവുക. കാണാതായത് അതിൻ്റെതാ, അതിന്റെ ഫോട്ടോ തരിക, ഞാൻ എടുത്തരും. ഇവിടെ വന്ന് തപ്പരുത്. ഫോട്ടോ നമ്മള് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തെന്നാല് നമ്മളതിനനുസരിച്ച് ഇവിടെയും റൂം ഫുള്ള് മാറ്റിക്കണം മൊത്തത്തില്. വിദേശ പ്രതിനിധികളൊക്കെ വരുമല്ലോ. ഇത് ഇവിടെ ഉണ്ടായിനി നിങ്ങളെ റൂമിലല്ലേ? ഇവിടെ ഇല്ലേ നിങ്ങളെ റൂമിൽ വേറെ ഉണ്ടല്ലേ? ഇവിടെ ഈ ഒരു സാധനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബെഞ്ചിന്റെ പഴയ സ്റ്റുഡിയോ അല്ലേ? നമ്മളെ പഴയ സ്റ്റുഡിയോ ആണ്. കടക്കാൻ സ്ഥലം ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് കിടക്കാം. ഇവിടെ ഒരു 8 ആൾക്ക് ഇങ്ങനെ മത്തി വറുത്തിട്ട മാതിരി കിടക്കാം. കടന്ന് കുത്തി മറിച്ചാല് അത്രേ ഉള്ളൂ. ഇനി വമ്പൻ മാറ്റങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. മേലെയൊക്കെ ഫുള്ള് മാറിയിരിക്കണത്. നമ്മൾ ഇനി അനു വന്നിട്ട് കാണിച്ചു, മേലെയൊക്കെ ഫുള്ള് മാറി, ഫുൾ വീട് മൊത്തത്തിന് സെറ്റപ്പായി. പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഒരു പോപ്പർ പൊട്ടിച്ചു ബർത്ത്ഡേൻ്റെ. പിന്നെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മളെ സെഷനിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ദുബായ് പോക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ആസ് യൂഷ്വൽ. ഇന്ന് നമുക്ക് ഒരു പെട്ടിയല്ല, നമുക്ക് എത്ര പെട്ടിയാണുള്ളത്? 3-4-5 പെട്ടിയാണ് നമുക്ക് ഇന്നുള്ളത്. ഇല്ലല്ലേ? 2 പെട്ടി, ഒരു ബാഗ്, ഒരു ഹാൻഡ് ബാഗ്. അങ്ങനെ ഇത് മുഴുവൻ നമുക്ക് പൊട്ടി കിടക്കണം. ഇപ്പച്ചി അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പച്ചി നമ്മള് തന്നെ പുതിയ വീർത്തിക്കണത് കേട്ടോ. ആദ്യം പൊട്ടിക്കണം, അത് പൊട്ടിക്കണം. അതെന്റെ പൊട്ടിക്കാം. അല്ല എന്റെ എന്നാ എന്റെ എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് അഫിന്റെ എടുക്കാം. ഇത് ഇവിടുന്ന് മാറ്റിയാലോ? അഫീഫിന്റെ പെട്ടി നടാടിയാണല്ലേ ആദ്യമായിട്ടാണ് അഫി പെട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക്
നമ്മളെ സിയ ഗോൾഡ് വരെ തന്ന ഗോൾഡ് നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കവർ ചെയ്ത് കുറച്ച് കീറിപ്പോയി, മൈ മിസ്റ്റേക്ക്, സോറി. വെച്ച് വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുറന്നോക്കി ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടായി എനിക്ക് കേട്ടോ. പോകുമ്പോൾ നമ്മളവിടുന്ന് മണി എക്സ്ചേഞ്ച് നമുക്ക് ചുളിവിൽ 6,000 റുപ്യ കിട്ടി. ഞങ്ങൾ ഫുഡ് അടിച്ചു, പെട്രോൾ അടിച്ചു, ചുളിവിൽ നമുക്കൊരു 5,000 റുപ്യ കിട്ടി. ഫാൻ്റെ ഒച്ച വരുമോ? സസ്പെൻസ് ഇട്ട് കാട്ടി കൊടുക്കേ. ഒന്ന് ഗസ് എന്താ ഈ കാരണത്തിനുള്ളിൽ വളയാണെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനത്തെ കണ്ടിട്ടില്ല. ഞാനും വ്ലോഗ് കാണലുണ്ട് മുമ്പ് കണ്ടിട്ടുണ്ട് അതിലെ. പിന്നെ ഇങ്ങനെ വളയാന്ന് പറഞ്ഞത് അത് ഒരിടത്തപ്പോ പറഞ്ഞത് വളയാണ് വേണ്ടെന്നില്ലേ? അങ്ങനെയല്ല, ഓരിങ്ങനെ പറഞ്ഞപ്പോ സസ്പെൻസ് ഇട്ടിട്ട് സസ്പെൻസ്. അയ്യോ മാഷാല്ലാ, അടിപൊളിയില്ലേ. പറയ് എന്താണ് പറയുന്നൊക്കെ ഇഷ്ടപ്പെട്ടാ? ഭാഗം അയ്യോ കൊള്ളണില്ലേ? പഠിച്ചോനെ സിയ ഗോൾഡിന്റെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെയത് എനിക്ക് തന്നതെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും വലിയ സന്തോഷം. ഭയങ്കര സന്തോഷം, നമുക്ക് ഭയങ്കര സന്തോഷം. ഒരു പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മളോട് അവിടെ നിന്ന് നമ്മൾ മറ്റേ ചായക്കടയിലൊക്കെ പോയിട്ടേ മാണ്ടി കടി ഏതാ മാണ്ടി വെച്ചെടുത്തോളി പറഞ്ഞ പേര് സ്വർണ്ണ മാണ്ടി നോക്കിക്കോളി. അപ്പൊ എല്ലാവർക്കും ഷെഫീക്ക, സൈഫുക്ക, സഹദ്ക്ക, എല്ലാരോടും താങ്ക് യു സോ മച്ച്. ഈ തലക്കത്തെ രണ്ടും ഇന്റത്, ഇത് രണ്ടും, ഇത് അനുവിന്റെ, ഇത് സിയക്കാരത്. ഇപ്പൊ കൈ മൊത്തം ആരാൻ്റെതാ? നിങ്ങളുടെ ഇതിന്റെ ഉള്ളിലൊരു ഇപ്പാക്ക് റാങ്ക് കിട്ടിയപ്പോ അരപ്പവൻ മെഡൽ കിട്ടിയതാ, ഗോൾഡ് മെഡൽ മലപ്പുറം കോളേജിൽ നിന്ന്. അത് അതുപോലെ അവിടെ അരപ്പവൻ. ഇനി അതൊക്കെ മാറ്റി ഒരു 5.5 പവനൊക്കെ തരാനായി. പൊട്ടിക്കാ അന്ന് ഇത്ര ഇതില്ലേ സ്വർണ്ണത്തിന്. ഐശ്വര്യ തുറക്കൂ, ചെറിയ കുട്ടിനെ ഏൽപ്പിച്ചിട്ടോ തുറക്കാന്. ചെറിയ കുട്ടിയൊന്നല്ല, അപ്പൊ വലിയ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് 18 വയസ്സ് വരെ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഇന്ന് തൊട്ട് കലണ്ടറിൽ ഡേറ്റ് മാറുകയാണ്. അതല്ല ഭക്ഷണത്തിനോ ജീവിതത്തിന്റെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു, അതുവരൊക്കെ ചോദിച്ചോട്ടെ, പക്ഷെ ഉണ്ടാക്കണം. എവിടുന്ന് ഈ സ്കൂൾക്ക് പോകല്ലോ പ്ലസ് എന്റെ ഇടയിൽ എന്തിലൊക്കെ കടലേ എന്തിലൊക്കെ വിറ്റ് കാണി സ്കൂൾ വിട്ടിട്ട് കടലേ വറുത്ത കടലേ മസാല കടലേ. ഞാൻ പഠിപ്പിക്കുന്ന എത്ര കുട്ടികളെ കല്യാണത്തിന് പോകുമ്പോണ്ടാവും സാറേ ഏതാ ഇങ്ങനെ ചോറ് തരുമ്പോ. അപ്പൊ എടാ എനിക്കിതാ പരിപാടി അല്ല, ഞാൻ ഇന്ന് ഒഴിവുട്ടിയപ്പോ പോന്നതാണ്, കാറ്ററിംഗിന് പോകുന്നതാണ്. അങ്ങനെ എത്ര 300 ഇപ്പൊ നമ്മള് കടല വെക്കണ പോലെ കളിയാക്കി പറഞ്ഞു വരുന്നത് കേട്ടോ. 400 നമ്മൾ ആ സന്ദർഭം ആലോചിച്ചിട്ടൊന്ന് ചിരിച്ചതാണ്. ആഫി കടല വെക്കാൻ പോണാൽ ബസ് നമ്മള് കടല ഇപ്പച്ചി എപ്പോഴും വാങ്ങിക്കൊണ്ടിരുന്ന സാധനമാണ് കടല. നമ്മളെപ്പോഴും ബസ് കയറി വരുമ്പോ ആ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ ഒരു കടലന്റെ കാക്കണ്ടല്ലേ. ഞങ്ങൾ പൈസ ഇല്ലെങ്കിലും മൂപ്പര് കടല തരലുണ്ട്. ഒരു നല്ല കാക്കേന് കേട്ടോ മൂപ്പര്. നമ്മൾ പറയും 5 റുപ്യ ഇല്ല ബസ് കയറാനുള്ള പൈസ, അപ്പൊ മൂപ്പര് ഒരു പാക്കറ്റ് എല്ലാവർക്കും പാടെ തരും. ഒരു നല്ല കാക്കേന്. അല്ല നമ്മൾ കടല വെക്കണ പോലെ കളിയാക്കി എന്ന് പറഞ്ഞു വരരുത് കേട്ടോ. നമുക്ക് എല്ലാ ജോലിനോടും റെസ്പെക്റ്റേ ഉള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. ആദ്യം തിരുമ്പാളൊക്കെ പുറത്തേക്ക് എടുക്കും. ഇതൊരു ഫാമിലി ബ്ലാക്ക് ഔട്ട് വന്നിനി പോലെ വന്നപ്പോ തന്ന സാധനങ്ങൾ. ഏത് നേരം വ്ളോഗിൽ അനു വണ്ടി കഴിക്കണാണ് കാണുന്നത്. ശരിയാണ്, അതുപോലെ വണ്ടി കഴിക്കണ ഒരു കിറ്റ് എടുത്തു പറയുമ്പോൾ അത്യാവശ്യമുള്ള സാധനം. വണ്ടി കഴിക്കണത് ലിക്വിഡ്, കാർ വാഷ്, മറ്റേ ഡാഷ്ബോർഡ് ക്ലീനർ, ഇത് മൾട്ടി പർപ്പസ്, സീറ്റും എല്ലാം
ഇതുണ്ട് ഇതാ ഇതെന്താണ് ഇത് മറ്റേത് നല്ല ഫ്രാഗ്രൻസ് അതൊരാവശ്യം. ഇത് നമുക്ക് വേണം. ഇതുവരെ വന്നാ പ്രത്യേകിച്ച് വണ്ടിക്കില്ല അതൊക്കെ ദിക്കട്ടോ. വണ്ടിയൊക്കെ വർഷക്കാലത്ത് നമുക്ക് ഇത് ആവശ്യമാണ്. വണ്ടിയൊക്കെ തീരുപോട്ടെ. കൂടെ കൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞു കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരില്ല ഞാൻ. പൊട്ടിയില്ല, ഞാൻ പറഞ്ഞത് എന്തായാലും പൊട്ടുന്നു. സാരില്ല, പക്ഷെ കുഴപ്പമില്ല, ചെറിയൊരു അത്ര പൊട്ടൊന്നും കാരണം പറ്റില്ല. നമ്മളവിടെ എയർപോർട്ടിൽ നിന്ന് ചോദിച്ചു ഫ്രജൽ സ്റ്റിക്കർ പൊട്ടിക്കാൻ പറ്റുമോ, പക്ഷേ ഇതിൽ പറ്റില്ല. ചിറാപുഞ്ചി മഴയത്ത് ഇതൊരു ചെക്കൻ വരച്ചതാട്ടോ, രാത്രി ഇരുന്ന് വരച്ചതാണ്. നമ്മള് മാക്സിമം അത് തുണിയിലൊക്കെ പൊതിഞ്ഞിട്ടാ കൊടുക്കുന്നത്, പക്ഷെ എന്നിട്ടും പൊട്ടിപ്പോയി. നിങ്ങൾക്ക് അറിയണല്ലേ, പെട്ടി എന്തായാലും ഒരു എടുത്ത് വലിച്ചെറിയും. കുഴപ്പമില്ല, എന്നാലും ഞാൻ വിചാരിച്ചതിന് ചില്ല് പൊടി പൊടിയാവുന്ന ചെറിയൊരു ഇതിന്റെ ബാക്കിൽ ഒരു ടാപ്പും കൂടി ഒട്ടിച്ചാൽ മതി. സീനില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, അത് വെച്ചാ മതി, വെച്ചാ മതി. ഇതെല്ലാരും ഉണ്ട്. ആ ഇതൊരാളിങ്ങനെ നിങ്ങളെ പരിപാടി നടക്കുമ്പോ ഇങ്ങനെ പൊന്തിച്ച് കാണിക്കുന്നത് കണ്ടിരുന്നു. അതാണത്. അതാണ് അത്. അത് അലക്കാനുള്ള കുഞ്ഞുമണിയെ ഒക്കെ അലക്കാനുള്ള അസ്ലഹ ഫർഹത്ത് മിന്ന ഗ്ലോറ ബൈ മിന്ന ഗ്ലോറ. എന്താ പേര്? അങ്ങനെ ഇതിന്റെ പേര് ആർട്ട് വർക്ക് ചെയ്യണ പേജിന്റെ പേര് ആണോ? ഫർഹത്തില് പെൺകുട്ടിയാണോ? ഇത് സ്പ്രേ ഇത് ആർക്ക് തന്നോർമ്മ കൊറേ പെർഫ്യൂം ഇത് അനു തന്നല്ല ബാഗിൽ വെക്കാൻ. ഇത് അനുവിന് കൊടുത്തതാണ്. ഖത്തറല്ലേ നിങ്ങൾ പോയത്? ദുബൈയിലെ ദുബായ്. അവിടെ പെർഫോം എന്താണ് പെർഫ്യൂമിന്റെ നാടാണേ. ഇതിനെന്നല്ലോ അറിയില്ല. കണ്ടാ കയ്യോണ്ടാ സൂപ്പർ മണം. ഇതെന്റെതല്ലേ? പേര് കാണും. ആ സൈഡിൽ നോക്കാം. ദഫി കൊടുന്ന മുട്ടായികളാണ് കേട്ടോ. ഇതാ എന്റെ കൂട്ടുകാർ പൊട്ടിച്ചേട്ടാ ഈ ഡാഷ്ബോർഡും ഇതിക്കൊക്കെ ആ വണ്ടിന്റെ കവറില്ലേ ഞാൻ പ്ലാസ്റ്റിക് അത് ആ വണ്ടിന്റെ കവർ വണ്ടിന്റെ കവർ എടുക്കല്ലേ? ഞാൻ മുട്ടായികൾ കുറച്ച് എടുത്തോളൂ. ഒരു 4 മുട്ടായി ഇരിക്കല്ലേ? കുനാഫ ചോക്ലേറ്റ് ഇതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പെട്ടി എടുത്തത്. ഒന്നെടുത്ത് നോക്കാം. നിങ്ങൾ തിന്നതാണ് ഉണ്ടല്ലേ? പണ്ട് തിന്നു. ഷുഗറിലൊന്നും എടുക്കരുതാണ് അവന് പറഞ്ഞു. ഇത് അനുവിന്റെ പണിയാണ്. എല്ലാരും പെട്ടിയിലും ഇത് ഒരു 5-6 ആർക്കും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ് മൾട്ടിസസ് നടത്തുന്നത്. ഇതേപോലെ ജംസ് മുട്ടായി പോലെ ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു മുട്ടായി. അത് കുറെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. രസമാണ്. എന്റെ അതിലുണ്ടെങ്കി അടുക്ക്. അത് പിന്നെ കഴിഞ്ഞു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ കണ്ടേ അവിടെ ചുളിവിൽ അപ്പുറത്ത് മൂടി വെച്ചിക്കണേ. തുറക്കടക്കല്ല ഇതൊക്കെ വണ്ടിന്റെ ഇതിൽ ഓനെ വാങ്ങിയ ലൈസ് കേട്ടോ. ഇതാട്ടോ ഇതിപ്പച്ചിക്ക് ബൗണ്ടി പഠിച്ച് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ലീവായി ഇപ്പച്ചിക്ക് ബൗണ്ടി കിട്ടിയ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. ഇപ്പച്ചിക്ക് ഞാൻ ഒരു സാധനം വാങ്ങിയത് നോക്കി നോക്കി കേക്ക്. തീർന്നാണ് ഈ കേക്ക് ഇന്ന് രാവിലത്തോടു കൂടി. ഇതെന്താ അറിയോ, ഇത് കാണിച്ചു കൊടുക്കടാ. നല്ല രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ. ഇതിന്റെ ഫിനിഷിങ് കണ്ടോ? ഞാൻ അതുകൊണ്ട് വാങ്ങിയാട്ടോ. അത് കണ്ടപ്പോ ഒരു കൗതുകത്തിൽ വാങ്ങിയതാ. ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇത് കാണാൻ. സോഫ്റ്റ് ഇല്ലേ? പക്ഷേ ഞാൻ എപ്പോഴും ചായക്ക് കേക്ക് കൂട്ടുന്ന ആളാണ്. അപ്പൊ ഒരു പാക്കറ്റ് വാങ്ങാൻ വെച്ചിട്ട് 8 ഉള്ളൂ. പകുതി ഓരോ ദിവസം ഉപയോഗിക്കാം. 16 ദിവസം. ഇതൊരു മാസത്തേക്കുള്ളതാണ്. 8 days. എക്സ്പയറി നോക്കുന്നുണ്ട്. 16 പറ്റൂല. അല്പം എക്സ്പയറി നോക്കിക്കളി. 260 അല്ലല്ല ഇതിന് അത്ര ഒന്നുമില്ല. എത്ര എനിക്ക് ഓർമ്മയില്ല. 200 നിങ്ങൾ വില നോക്കണേ. എക്സ്പയറി ഒന്ന് നോക്കി നോക്കിയാണ് ഇപ്പൊ അല്ലേ? ഏത് കാലാവസ്ഥയിലും കഴിക്കാം. അങ്ങനെ എക്സ്പയർ ഒന്നുമില്ല, എപ്പോ ആണെങ്കിലും കഴിക്കാം. പിന്നെതാ ഇത് കൂറൊക്കെ
വാവ് ഞഞ്ഞയല്ലേ മാഷുമല്ല അല്ല കഴിക്കണല്ലേ ഇത് ഞഞ്ഞയല്ലേ ഞഞ്ഞ ഇഷ്ടപ്പെട്ടോ ഈ ബാഗിൽ ഇതിന്റെ ബില്ല് അപ്പൊ നമ്മളെ കൂറൊക്കെ നമ്മള് വേറൊരു സാധനം കൊടുക്കണേ മൊബൈല് എന്തേ കാരം വാച്ച് മറിച്ചുപിടി വാച്ച് അല്ല മറ്റേ ട്രെൻഡിനൊപ്പാണ് കൂറ പോണത്. അപ്പൊ നമുക്ക് ഇത് അയാള് കാട്ടണല്ലോ. ആ കൂറ പിടിച്ചേട്ടാ അതിന്റെ ഉള്ളിലെ സർപ്രൈസാ. നമുക്ക് അറിയില്ല എന്താണ് അതിന്റെ ഉള്ളിൽ ഉള്ളത്. എന്താ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ച കളർ ഇതിലില്ല. ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതിൽ ഏതാ ഉണ്ടാവുക. ഞാൻ പറയാ അജൂത് പറഞ്ഞത് ഇതാട്ടോ. നൂറ് പറയുന്നത് ഇതാണ്. ഇതിലുള്ള ഏതെങ്കിലും ഒന്നാ ഉണ്ടാവുക. ഇപ്പൊ ചെയ്താ പറയണേ. ഞാൻ പറഞ്ഞതാ ഈ സാധനം ഇത് ഞാൻ പറയണത് ഇപ്പച്ചി പറഞ്ഞത് ഇത്, നൂറ പറഞ്ഞത് ഇത്. ആര് പറഞ്ഞു? ഞാൻ തന്നെ പറയുന്നത് കേട്ടോ, നിങ്ങൾ തന്നെ പറഞ്ഞേ. ആദ്യം ശരി ഉത്തരെങ്കിൽ ഓൽക്ക് കിട്ടും. ആർക്കാണ് അത് കിട്ടൂല. കടിച്ചാൽ പൊട്ടിച്ചാളെ മുട്ടായി വിളിച്ചു. ആര് പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഇതെന്താണ് ചെയ്ത്താന്റെ കുട്ടിയോ? ചെയ്ത്താന്റെ കുട്ടി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. എന്നാ ചെയ്ത്താന്റെ കുട്ടി എന്നോ ലോളിച്ച് ലേറ്റ് എത്തേ ഒരു പരിപാടി ഇല്ല. ഒരു സാധനം അത് ട്രെൻഡായി. എന്നാലും ഇഷ്ടപ്പെട്ടോ? ഇപ്പോ ഈടായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മൊബൈൽ ലൈറ്റ് ചെയ്യുന്നു ട്രെൻഡ്. അപ്പോൾ ഇത് മാറിയിട്ട് ജെംസ് ഇല്ലേ, ജെംസിന്റെ മിഠായി ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് അല്ല ജെംസ് ജെംസ് പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. അപ്പൊ ഇങ്ങനെ പല കളറായിട്ട് മഴവില്ല മഷി എലമ വെച്ച് വിടുന്നുണ്ട് ബോട്ട്. അത് ആദ്യമുള്ളതാണ്. അല്ല ഇപ്പത്തെ ഓരോ ട്രെൻഡ് അങ്ങനെ ട്രെൻഡായി വന്നൊരു സംഗതിയാണിത്. ആദ്യമൊന്നുമില്ല. ഏതായാലും എവിടെ എന്തായാലും കയ്യിൽ വെച്ചോളാ, ആവശ്യം വരും. വില കൂടും. ഇജ്ജ് ചെയ്താന്റെ കുട്ടിയാകട്ടെ, അതെനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്താന്റെ കുട്ടിയല്ലല്ലോ, പഠിച്ചോന്റെ കുട്ടിയാണ് അല്ലേ? ഇതും വേറെ ആർക്കെങ്കിലും ഒക്കെ. ഇതാ ഫിഫന്റെ നാക്കിലേ എനിക്ക് വന്ന്. എന്തായാലും എല്ലാരും എടുക്കല്ലോ, ഞാനും ഒന്ന് എടുക്കട്ടെ പറഞ്ഞെടുത്ത. ഇതില് കൊറേ ഉണ്ട് കേട്ടോ. ലവ്, ഹോപ്പ്, സെറനിറ്റി, ലക്ക്, ഹാപ്പിനെസ്, ലോയൽറ്റി. കാപ്പി ഒന്നും ഇല്ലെങ്കിൽ ഇതില് കാപ്പി ഗ്രീൻ ഏത് ഗ്രീൻ അഞ്ചാമത്തെ ഹാപ്പിനെസ്സോ? ഞാൻ ഗ്രീൻ. ഞാനിതില് എന്താണ് പച്ചെടുത്ത ഞാൻ ഗ്രീനാ. ഞാൻ ഹോപ്പ് ഞാൻ ബ്ലൂ. പ്രതീക്ഷ അതാണ് കുട്ടിക്ക് ലക്ക് അത് ലക്കാണ്. ലാവൻഡർ കിട്ടി. ലാവൻഡർ എഡിഷൻ. ലാവൻഡർ കളറാണ് അഫീഫ് കിട്ടിയത്. ലക്കാണ്. ഏതാ ഫിയെ ഇത് പഴയത് കിട്ടിയൊന്നും മറ്റേ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ള പഴയതിനാരോ പാക്കറ്റിലാക്കി വിട്ടു പോകുന്നുണ്ടോ? ശരിയാ, അതെ. ഇതൊക്കെ വ്യത്യാസം ഉണ്ടടാ. ഇതിനായിട്ട് മാറ്റുണ്ട്. ഇതിന്റെ തൊപ്പി അതിന്റെ തൊപ്പി മാറ്റുണ്ട്. ഇത് തിരുമ്പി കൊടുത്തയച്ചാട്ടോ. ചെയ്താൻ പലതരല്ലേ. പിന്നെ ഇത് ഫുള്ള് മുട്ടായികളാണ്. ഇതിക്കന്നെ തട്ടോ, മാറി പോണ്ട. ഇതിൽ ഈ ബൗണ്ടി ഫുള്ള് ഇപ്പച്ചിക്ക് വാങ്ങിയാണ്. ഇപ്പച്ചിക്ക് ഏറ്റവും ഇല്ല സാധനം കേട്ടോ ബൗണ്ടി. ചോപ്പോ അത് മറ്റേ ടേസ്റ്റാണ്. പക്ഷേ ഇതെല്ലാം രസമാണ്. ചായന്റെ ഒപ്പം ഇങ്ങനെ
അങ്ങനെ കഴിക്കാൻ ചായ ഇല്ലാതെ ചായന്റെ ഉണ്ടോ ചായന്റെ കൂടെ ഉള്ള എല്ലാ ചായന്റെ ചായന്റെ കൂടെ ഉള്ള എന്തും കഴിക്കാൻ പറ്റിയ റെഡി ആട്ടോ അത് വേണ്ട അത് ജന കൂട്ടിക്കോന്ന് നാരങ്ങയുള്ള ഫ്ലേവർ നല്ല രസമുണ്ടാവും ചായൻ്റെ കൂടെ കൂട്ടിയാല് അത് പറ്റും ബൗണ്ടി ഇപ്പൊ തന്നെ പൊളിച്ചു കേട്ടോ അപ്പച്ചി ഈ അഞ്ഞൂട്ടാ ബിഗ് കിറ്റ് കാറ്റ് എല്ലാത്തിക്കും ടീഷർട്ട് വെച്ചിക്ക അനുവിന്റെ പണി കേട്ടോ ഞാൻ ഷുഗർ ഡയറ്റ് ആണ് ഞാൻ മധുരം തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പരയില വന്നിട്ട് തിന്നാനേ ഡയലോഗിനൊരു കമ്മി ഉണ്ടാവില്ലേ ഇത് ഫുള്ള് എടുത്ത് അനുവിന് ഇഷ്ടമാണ് ഇതിന്റെ എല്ലാവരും പെട്ടിയില്ലേ ഇത് ഞങ്ങളെ പെട്ടി കിട്ടുന്നുണ്ട് നാട്ടിലെത്തുമ്പോൾ എനിക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞു കണ്ട് വിട്ടതാണ് അത് പറ്റിട്ടോ ഒതന്റിക് അല്ലേ ഒതന്റിക് അല്ല ഇത് വേറെയാണ് ഇത് ഒറിജിനൽ ബൗണ്ടി അല്ല ഒറിജിനൽ ബൗണ്ടി മീൻസ് ബൗണ്ടിന്റെ വേറെ സാധനം നിങ്ങൾ ഉദ്ദേശിച്ച ബൗണ്ടിന്റെ മുട്ടായി അല്ലേ അതുണ്ട് മുട്ടായി വേറെ ഉണ്ട് ഡോണ്ട് വറി ബാക്കി അവനോട് ഇത് കഴിച്ചോ അങ്ങനെയാണ് ബൗണ്ടി മറ്റേതാണ് ഇത് ഇതില്ലേ വേഫർ പോലത്തെ സാധനം അത് ഓരോന്നും മറ്റേ ഉദ്ദേശിച്ച മുട്ടായി പോലത്തെ ബൗണ്ടി വേറെ ഉണ്ട് ലണൂണ് ചതിച്ചു നനക്ക് കിട്ടി വാച്ചോ ഇതൊക്കെ വാച്ചോ ഇട്ട് പോയിക്കണം സിയാ ഗോൾഡേർ എന്ന വാച്ചാട്ടോ അത് ജി ഷോക്കിന്റെ നമുക്ക് എല്ലാവർക്കും വാച്ച് തന്നു ജി മോൾക്കാ ഇന്റെ ടേബിളിൽ ഇന്റെ വാച്ചും ഉണ്ടാവും എടുത്തോണ്ട് വാ തന്നെയോ അതാ കളർ വാച്ച് ഒരു പെട്ടി വാച്ചുകൾ കൊണ്ടുവന്നു എന്നിട്ട് വണ്ടി എടുത്തോളിയാറ് അത് ഫിറ്റൊക്കെയാണ് പറ്റിച്ചാ നമ്മളെ ഇത് സാധനമല്ലല്ല അത് ഒട്ടതാണ് വാച്ച് ഇതിൽ പിന്നെ വേറെ അതാ മിഠായികൾ ഇതൊക്കെ മിഠായികളാണ് കേട്ടോ ഇതൊക്കെ അഫീഫ് വാങ്ങിച്ചാണ് ന്യൂട്ടല്ല കണ്ടമാനം M&M ഉണ്ട് ഇതാണ് വാച്ച് ബ്ലൂവിൻ്റെതായിരുന്നു ചെപ്പച്ചിക്ക് ബ്ലൂ സീനിലല്ലോ മാറ്റി മാറ്റി ഇടാലോ ഇതും നമുക്ക് സിയാ ഗോൾഡ് തന്നാണ് താങ്ക് യു സോ മച്ച് സിയാ ഗോൾഡ് ഫോർ ദിസ് എന്റെ കൈ വെറുതെ കൊണ്ടുപോയാ മതിനി ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ ന്യൂജനാണ് കേട്ടോ നമ്മളൊക്കെ പഴഞ്ചൻ പഴഞ്ചൻസി കേട്ടോ ഇതൊക്കെ എന്റെ ഫ്ലേവർ അല്ലടാ എനിക്ക് വേണ്ടിയതല്ലേ എനിക്ക് വേണ്ടി വേറെ തന്നെ വെച്ചോളാട്ടോ എല്ലാം പൊടിക്കണില്ല മറ്റേ ഞാൻ സാധാരണ മാനുവൽ നോർമൽ അതേ ചോദിച്ചാ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു നോർമൽ ടൈം കാണിക്കുന്നുണ്ട് 3:11 ശരിയാക്കിയോ അതിൽ ഡൽഹി 3:11 അത് ഇവിടെ അതിന്റെ ഡിജിറ്റൽ ഇതും കാണിക്കുന്നുണ്ട് അത്ര 3:11 ഉള്ളില് ഇവിടെ ഇതുണ്ട് സൺഡേ ഡേറ്റ് ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഡേറ്റ് ഉണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതാണ് ലൈറ്റ് അപ്പൊ രാത്രി നോക്കണമെങ്കിലൊക്കെ അല്ലേ ഉറങ്ങണ്ട സമയം നോക്കിയിരുന്നാ മതി വേറെ സംഭവം ലൈറ്റ് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ ലൈറ്റിന്റെ ബൾബ് ഉണ്ടാകും നമ്മളിവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട് ഇവിടെ ഒരു വള്ളി ഉണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ മറ്റേ വെട്ടി എടുക്കാഫിയെ അപ്പോൾ ഇത് ഇത്രയും മുട്ടായികളാണ് ഇതിലുള്ളത് കേട്ടോ ഓക്കെ ഇപ്രാവശ്യം മുട്ടായികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കുടുംബക്കാർക്കും എല്ലാവർക്കും കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിലേറെ മുട്ടായികളുണ്ട് ഓക്കെ ഓക്കെ ബുബു കിട്ടിയപ്പോ തന്നെ പൊലിവായില്ലേ ഓ പുളിയല്ലേ പുളിയാണ് പക്ഷെ ഭയങ്കര ഇവിടെയൊന്നുമില്ല അതിലിട്ട് അടച്ചാ മതിയതാ ഞാൻ എടുത്തോണ്ട് പിന്നെ
ടോപ്പ് സാധനം വലിയൊരു ഉണ്ടോ പുളി ഉണ്ടോ നിഹാലിനും വലുതും തിന്നണ്ട ചെറുതും നാളെ കൊക്കോളന്റെ ടേസ്റ്റ് ഞാൻ അപ്പച്ച അങ്ങനെ തിന്നണതാ വെച്ചണ്ടോന്നു ഇത് മാറ്റിച്ചോ ഇതിന്റെ ഓറ ബസ് എടുക്കട്ടെ അടക്ക് അത്രയുള്ളൂട്ടോ എൻ്റെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു പെട്ടി ഇനി അടുത്ത പെട്ടി എടുക്കും എനിക്കാകെ 2 സാധനം ഇത് രണ്ടും മാത്രമേ എനിക്കുള്ളൂ ബാക്കി പോരെ ഇത് ബോളാണ് ഹാപ്പിയാണ് നമ്മള് ഡബിൾ ഹാപ്പി ട്രിപ്പിൾ ഹാപ്പി അടുക്കിഞ്ഞടാ പട്ടാപ്പകൽ പന്നി പന്നിയോ അഹിലോടി ആര്യം പന്നി നമ്മളെപ്പോഴും പിന്നെ അതിലൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല പന്നി പൂച്ചയും പട്ടിയും ജിറാഫ് മാനൊക്കെ ഇവിടെ ഇടക്കിടക്ക് വരലുണ്ട് പെട്ടിന് സൈഡാക്കാം സൈഡാക്കി തുറന്നോ ഇതിൽ പിന്നെ എല്ലാവരും മുട്ടായിനെക്കാട്ടിലും കൂടുതലുണ്ടാവുക ഡ്രസ്സാട്ടോ കാരണം എൻ്റെ മുട്ടായി കൊള്ളായിട്ട് ഞാൻ എൻ്റെ ബാഗ് കിട്ടും അത് ഇതിന് കവർ മുഴുവൻ ഉണ്ടായിന് തുറക്കാൻ കിട്ടില്ലേ ഇതില് സംഭവം ഇറക്ക് ഇതില് അതിൽ ആ പഴയ ഡ്രസ്സൊക്കെ മാറ്റി എന്താ പിടിക്കൂ കിൻഡർ മാക്സി മാക്സിയോ ഷൂ മാക്സി കിൻഡർ മാക്സിയോ അത് ഇത് അഫീഫ് എടുക്കണം എന്നുള്ളത് ഞാൻ ഇന്ത്യയിൽ വെച്ചതാണ് ഇത് മാക്സി ഇടുന്നോൽക്കുള്ളതാണ് കണ്ടോ മാക്സി ഇതിപ്പോ എന്റെ ഇടുന്നോൽക്കല്ല അവിടെ ഗീത മക്കളുണ്ടോ ചോക്കി ചോക്കി ഭയങ്കര റയർ സാധനമാണ് എന്റെ തല്ലത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ ചോക്കി ചോക്കി ആവില്ല ചോക്കി ചോക്കി അവൈലബിൾ അല്ല ഇങ്ങനെ കെട്ട് വാങ്ങല് ഇവനെ എപ്പോഴും ഈ ചോക്കി ചോക്കി വാങ്ങലാണ് പണി കേട്ടോ ഇതെന്നാ മറ്റേ ഇതാണോ മറ്റെന്താ ആ ഒരു നീളത്തിലുള്ള മുട്ടായില്ലേ വടി പോലത്തെ പക്ഷെ എന്തായാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഉറപ്പാണ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതാണ് ചോക്ക കാഷ്യൂ എന്തത് തുറന്നിട്ടാകാത്ത അതിൽ തന്നെ കാര്യമുള്ളത് എന്റെ മുട്ടായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ കിട്ടൊക്കെനു ഓക്കെ ഇത് ഉള്ളിൽ ലേസാണ് ഡയറി മിൽക്ക് പല പല ഫ്ലേവറുകളിലുള്ള ഇതൊന്നും ഇപ്പൊ തിന്നൂല ഇതിനൊക്കെ വർഷങ്ങള് പാത്ത ചൂടായി കുട്ടികൾ വരുമ്പോൾ ഞാൻ ഫ്രിഡ്ജ് ബൗണ്ടി. അത് മറ്റേ ബൗണ്ടി കേട്ടോ ഇത് പേഴ്സ് ഇതും നമ്മളെ ഹിൻലെസിന്റെ ടീഷർട്ട് വാങ്ങാൻ വന്ന ഒരാള് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് എന്നോട് പോകുമ്പോ ഇതില് വേറെ സെറ്റ് ഞാൻ കാണിച്ചുതരാം എന്തോ സെറ്റ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാർഡ് ഇങ്ങനെ വരും കാർഡ് അതിന്റെ ഒപ്പം ഫ്രീയാ കാർഡ് നമ്മള് കാർഡ് വെക്കണം ആടാ ഞാൻ കൂടി ഫ്രീ ധന്യമുണ്ട് അത് വെറുതെ വെച്ചത് അതിങ്ങനെ വെക്കുക അതില് പ്രസ് ചെയ്യല മോൾക്ക് വലിക്ക് ഇത് നല്ലതാ പോകുമ്പോ അപ്പച്ചിന്റെ കയ്യിൽ കൊടുത്താല് പെട്ടെന്ന് കാർഡ് കിട്ടും നമ്മളതൊക്കെ ബാഗ് തപ്പിയെടുത്ത് ഉപ്പച്ചീന്റെ കാർഡ് വെക്കുമ്പോ നമുക്ക് എളുപ്പമായിട്ട് വലിച്ചാൽ കിട്ടുമല്ലോ ഞാൻ എന്റെ അടുത്ത നമ്പറും കൂടി എഴുതി വെച്ചാല് ഞങ്ങള് ഹാപ്പിയായി ഇത് ഇപ്പ പനൊട്ടിക്ക് തന്നു ഇത് ജെല്ലെടുത്തോന്ന് കാർഡ് വെക്കണോണ്ടേ അതെനിക്ക് വേണ്ട ജെല്ലെടുത്തോന്ന് ഇതിലിടാനുള്ള പൈസയും ഈ കാർഡ് നിറക്കാനുള്ള പൈസ തരും കള്ളനെ എന്താണ് അറിയോ ഒരു കാര്യം പറയാ പറഞ്ഞതാ കുടിച്ചോളി അതിന് കുറെ മിഠായിണ്ട് ബൗണ്ടി ഞാൻ കുറെ എടുത്തില്ല അതോടെ പോയി ഇപ്പൊ കാർഡാണല്ലോ കൂടുതലുള്ളത് എന്തുകൊണ്ട് ഇതെന്താണാവോ എനിക്കറിയില്ല കണ്ടപ്പോ വാങ്ങിയെന്നുള്ളൂ ഇതിലൊരു 5 കാർഡ് ഉള്ളൂ കേട്ടോ ഇതില് ഇതിന്റെ ഇടയിൽ എന്തോ ഉണ്ടോ കഫി ഇത് തുറക്ക് ഇതോ ഇത് പൊട്ടിക്കണോ എന്നാ പൊട്ടിക്ക് എങ്ങനെ പൊട്ടിക്ക് എനിക്കും അറിയില്ല നല്ല എനിക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം ഇതിലെന്തെങ്കിലും ലിക്വിഡ് ആണല്ലോ കുടിക്കണം എന്താ അൺബോക്സിങ്
അൺബോക്സിംഗ് ടൂർ. അല്ല റോളോണാണ് കയ്യേരി ഇത് തേക്കണതാവും അത് മുട്ടായാണ്. ആണോ? ഇത് തേക്കണതാവൂടാ. ഒന്നല്ല, സ്ട്രോബെറി ഫ്ലേവറോ? അതെ അതേപോലെ തന്നെ നിക്കല. അങ്ങനെ ഉണ്ടാക്കില്ല. നോക്കി നോക്കി. ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾ കയ്യമാക്കി കണ്ട് എന്താക്കി നോക്കി. കിട്ടേണ്ടത് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. സ്ട്രോബെറി ആണ്. പുളിണ്ടോ? ഇങ്ങനത്തെ മുട്ടായി സാധാരണ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മളെ പണ്ടത്തെ പറങ്കിയാങ്ങല്ലേ, പുളിണ്ടോ? നമ്മളെ സുഖമില്ലാത്ത പറങ്കിയാങ്ങ taste. തന്നെ. ഇതെനിക്ക് വാങ്ങി കേട്ടോ, ഇതെടുത്തു. ഒരു നിമിഷം പറങ്കൂച്ചിത്തോട്ടത്ത് പോയി, ഒരു നിമിഷം ഒന്ന് പറങ്കൂച്ചിത്തോട്ടത്ത് പോയി. രസമുണ്ടോ? ഓരോരോ സാധനങ്ങളെ പുളിയിൽ എന്തെങ്കിലും എടുക്കണം. വെച്ച് കൊടുത്താളെ. കഴിച്ചെടുക്കട്ടെ. ഇത് എൻ്റെ സ്കൂളത്തെ കുട്ടിയാക്കി ഏതെങ്കിലും നുണപ്പിച്ചു. ഇങ്ങനെ സമ്മാനം ഉണ്ട്. കുട്ടിക്കായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഏറ്റവും നല്ല പാത്തൊക്കെ മേശമ്മോടെ എത്ര കാലം നിൽക്കുക. അപ്പോൾ ഇത് അങ്ങനെ ഒരു ലോഡ് മുട്ടായികൾ ഇതിലുണ്ട്. ഇത് ഗാലക്സി ഇട്ടമ്മ, ഇത് നിങ്ങൾക്ക് വാങ്ങിയതാണ്. ഗാലക്സി അപ്പച്ചിൻ്റെ ബൗണ്ടി ഒക്കെ ഉണ്ട്. ബൗണ്ടി ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മൾ എടുത്ത സാധനം മാറിപ്പോയി. ഒക്കെ മറ്റേ പഠിച്ചോനെ ബൗണ്ടി പൊലിവിൻ്റെ ഒരാളോ. അതാ ഞാൻ എന്താ ഇതിനെ കാട്ടുക. ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അതിൻ്റെ നാട്ടോ കൊടുത്ത വണ്ടി പൊടിപ്പിക്കണം. എത്ര വണ്ടിയാണ്? ഇതിലൊരു വാച്ച് ഉണ്ട്, 8 പോയ വാച്ച ഇതില് ആക്കി വെച്ചതാ. തിരിച്ചോ പോന്നപ്പോ ഇത് കെട്ടിക്കാണ്ട് ഓൻ്റെ കൊണ്ടുപോന്ന. താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇത്രയും ആയിരുന്നു നമ്മളൊരു പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങ്. ഇനിയൊന്നുമില്ലല്ലോ. ഇതാണ് ഒരു തന്നെ കേട്ടോ. ആ കുപ്പായം എല്ലാവർക്കും കിട്ടിയോ? ഇപ്പൊ തിട്ടീനല്ലോ ടോപ്പ്. എനിക്ക് തന്നതായിരുന്നു. ഇത് ഓണത്തിന് സ്കൂൾ കിട്ടുവാണോ? ഇതോ ഹലോ, കോമഡി ആവുന്നാല് ഓണത്തിനൊക്കെ തെറ്റുപോയാൽ നല്ല ക്ലോത്തില് ഓണത്തിന് പോയിട്ട് ഓണപ്രഭാഷണം നടത്തണം. ഇത് പെരുന്നാക്ക് ഇട്ടൂടെ? വലിയ പെരുന്നാക്കും ചെറിയ പെരുന്നാക്കും നല്ല എപ്പോ എടുത്തോ? വലിയ സൈസാ. എനിക്ക് വേണ്ടപ്പോ ഇനി ഇതൊന്ന് ഇതുകൊണ്ട് കുറെ ഓല പെട്ടിയിലൊക്കെ ഉണ്ട്. നമ്മളെ ക്ലൈമറ്റിന് യോജിക്കണ ഇപ്പത്തെ ക്ലൈമറ്റിന് പറ്റിയ ഇപ്പത്തിന് പറ്റും. ഇപ്പത്തേന് പറ്റും. നല്ല രസമല്ലോ. ഇത് ഇട്ട് പോയി വന്നാൽ തിരിച്ചു വരുമ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. ചളി കണ്ട് മഴ പെയ്തിട്ട് മടക്കി കുത്തണേ. അവിടെ സീനല്ലേ സെറ്റല്ലേ? ചുരിദാറാക്കി ചുരിദാറോ ഇതോ? ഇത് പുറത്തേക്കിയാൽ വെച്ചിട്ടാ സെറ്റ് ആവില്ല. അപ്പോൾ അത് അത്രയും സാധനങ്ങളാണ് നമ്മൾ. ഇന്ത്യ ഫുള്ള് ഡ്രസ്സ് കേട്ടോ. പിന്നെ അടിക്ക് വേറൊരു ഡ്രസ്സുകൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. കൂടുതലും അപ്പോൾ അതിനുണ്ട്. സാധനങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സാധനങ്ങളെ ഇഷ്ടപ്പെട്ടോ വെച്ചാലേ അതാ പിന്നെ ഇല്ല, മിസ്സിങ് അല്ല. എനിക്ക് പ്രവാസ ജീവിതമില്ല. ഞാൻ ചെറുപ്പത്തിലെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കോളേജിലേക്ക് അങ്ങോട്ട് മാറി. തിരൂരങ്ങാടി, മലപ്പുറം, വേങ്ങര, ഇവിടെ കഴിഞ്ഞ താവളങ്ങൾ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഗൾഫിൽ വരുന്ന ആളുകൾ അപ്പോൾ അവർ വരിക, പിന്നെ അവരെ പെട്ടി തുറക്കുക, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു കൗതുകത്തോട് കൂടിയിട്ട് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ലീവ് എടുത്തിട്ട് 5 വർഷത്തെ ലീവ് എടുത്തിട്ട് ഒരു പെട്ടി കൊണ്ടുവരാൻ ഇങ്ങനെ ഒന്ന് പോയെങ്കിലോ, അതിന് പറ്റിയ അനുയോജ്യമായ പണി അവിടെ കിട്ടുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പിന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ഞാനത് ആ ആഗ്രഹം സഫലമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ മക്കളിലൂടെ ഇപ്പോൾ ഒരു പിന്നെ വിസിറ്റിംഗ് വിസ ആയിട്ടാണെങ്കിൽ പോലും വന്നിങ്ങനെ കാണുമ്പം അതിയായ സന്തോഷമുണ്ട്. ഞാൻ പിന്നെ സന്തോഷം ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ്. പിന്നെ അതന്നെ ഇല്ല അവിടെ ഇല്ല. സാധാരണ ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അളിയന്മാരുണ്ടാവും. എൻ്റെ അളിയനും ടീച്ചറാണ്, ഓനും പ്രവാസ ജീവിതമല്ല. പിന്നെ മോശങ്ങക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കണ മുതലേ നാട്ടിലാണ്, കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. മൂപ്പര പ്രവാസ ജീവിതം ഉണ്ട്, ഒക്കെ അതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. ഞാനിങ്ങനെ ഈ പെട്ടി തുറക്കലിൻ്റെ ഒരു ആദ്യത്തെ അനുഭവം എനിക്കുള്ളത്, എൻ്റെ അമ്മാവന് മരിച്ചുപോയി, ബാപ്പുട്ടി എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുക. പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അന്നൊക്കെ എന്താണ് ഒരു
ചങ്ങലട്ട പാന്റ് അല്ല ചങ്ങലട്ട ഒരു സ്പ്രേ കുപ്പില്ലേ, ബ്രൂട്ട് പച്ച, അതൊക്കെ അത് കുറേ അടിക്കണ്ട, അത് ഒന്നടിച്ചാൽ മതി. ഇപ്പോഴും ഞാൻ ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്മെല്ല് കുറേ നെസ്റ്റാൾജിയ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? പശുമുട്ടായി അന്ന് ഇറങ്ങിയിട്ടില്ല, മനസ്സിലായില്ലേ? പശുമുട്ടായൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന സാധനങ്ങളാണ്. ലൈൻ കട്ട്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഈ ഷർട്ടിൻ്റെ ഗൾഫിൻ്റെ തുണിയില്ലേ, റോള് ഇവിടെ വന്നിട്ട് അടിക്കാൻ കട്ട് പീസായിട്ട് ഇങ്ങനെ ഓരോ ഇതിനും ഷർട്ടാണ് ഉണ്ടാക്കുക, പാൻസിനല്ല, പാൻസ് അപൂർവമാണ്, ഷർട്ട് പീസ് കഴിക്കാരം. അങ്ങനെയുള്ള ഓരോ കാര്യം. പിന്നെ വാച്ച്, അവിടെ നിന്നുള്ള വാച്ച് കിട്ടാൻ ഇപ്പോൾ പറഞ്ഞ ലൈറ്റ് കത്തന, അന്ന് ലൈറ്റ് കത്തന വാച്ചുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വയവിറക്കാനുള്ളത്. ഏതായാലും ഭാഗ്യം പൊട്ടിയിട്ടില്ല. ഓണത്തിന് അങ്ങനെ ദേശത്തിൽ ഓക്കെ, സന്തോഷം. എന്തൊക്കെ ഇന്നിപ്പോ അതിന് കേട്ടല്ലോ, സിയാന വേൾഡ് ഓഫ് സിയാന അല്ലേ, പുതിയ സാധന നടിച്ച്. അല്ല ഇത് വേറെയാണ് അല്ലേ, ഒരു 10 പെട്ടി നമുക്ക് എല്ലാവർക്കും തന്നീനു. അതിലൊരു പെട്ടിയിൽ 3 സ്പ്രേ ഉണ്ടാവും. അപ്പൊ ആ പെട്ടി ഒന്നായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സാബിക്കാന്റെ അനു കൊണ്ടുവരുന്നുണ്ട്, അനുവിന്റെ അടുത്താണ്. ആരാ? കമ്പനി വേറെ ആൾക്കാർ തന്നതാണ്. സാബിക്കാന്റെ വേറെ സ്മെല്ല. അന്നൊക്കെ അങ്ങനെ വ്യക്തിഗതമായിട്ടൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ ഓരിയേക്കുമ്പോഴേ ഒരു വീട്ടിനൊന്ന് കിട്ടിയാൽ അതിന് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ സ്പ്രേ വാച്ച് കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സ്പ്രേ ഉണ്ടാവില്ല, സ്പ്രേ കിട്ടുന്നവർക്ക് വാച്ച് ഉണ്ടാവില്ല. അങ്ങനെ കിട്ടിയെന്നങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വെറുതെ കാരം. എത്ര ആളെ പിരിക്കണം എന്നൊക്കെ ഒരാൾ പോയി വന്നാലേ, അയാളെ മനസ്സിലല്ലേ? അവര് നമ്മളെ പ്രവാസികളെ എത്ര കണ്ടാലും വരുമ്പോ തോന്നുക അറിയോ, എനിക്കതില്ലല്ലോ, അത് ഓൽക്കില്ലല്ലോ, അവരവിടെ ചോര നീരാക്കണതും പോയതൊന്നും അധ്വാനിച്ചിട്ടാണ്. ഇതൊന്നും അവിടുന്ന് കുഴിച്ചെടുക്കണതല്ലോ, അധ്വാനിച്ചു കൊണ്ടുവരണല്ലേ. ഇവിടെ വന്നാൽ നമ്മളെ ആൾക്കാർക്ക് കിട്ടാത്ത പരിഭവം പങ്ക കിട്ടില്ല, മറ്റേ പിന്നെ നാത്തൂന് കിട്ടില്ല, മൂത്തമ്മ കിട്ടില്ല, മുത്തശ്ശി കിട്ടില്ല. അയാളെ കണ്ടാ മതി എന്നുള്ള ഊക്കിൽ ആരും വരൂല. അതാണ്. പിന്നെ ഇതൊക്കെ കിട്ടി വാങ്ങി ഒക്കെ അങ്ങോട്ട് പെട്ടി ഒട്ടിച്ച് അതിലുണ്ടാവില്ല. അത്രയും കാലം അധ്വാനിച്ചത് മുഴുവൻ പിന്നെ അയാൾ ഇന്ത്യക്ക് തിരിച്ചു പോകണിപ്പോ എന്നാന്നില്ലാണ്. അതല്ല, പെട്ടി പൊളിച്ച് പോണോട് കൂടി ഇനി എത്ര ലീവ് ഉണ്ട് കഴിഞ്ഞ് അതോട് റബ്ബ് കാക്കട്ടെ എല്ലാവർക്കും. ഏതായാലും എല്ലാ പ്രവാസികൾക്കും നല്ലത് വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങളെ അനുഭവങ്ങൾ എന്തായിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കി. നമ്മളെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിന്റെ മുന്നേ പോയ പോലെ അല്ലേനു, വേറെ തന്നെ അനുഭവം. കാരണം ഈ സിയാ ഗോൾഡിന്റെ ആൾക്കാർ പറഞ്ഞ പോലെ അത്ര ഇതിലാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്ത്. അതായത് ഓൽക്ക് നമ്മൾ വെറും ഒരു ഈ ഓഡിയൻസ് അവിടെ കൂടാൻ കാരണം സിയാ ഗോൾഡിന്റെ അത് മാത്രമല്ല, ഒരു ഗ്രൗണ്ട് വർക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് എടുത്തിക്കണ്. കാരണം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പരിപാടി ചെയ്തിക്കണ്, അതും ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലേ ചെയ്ത്. അവിടെ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കും അങ്ങനെ വരാം, ചൂടുണ്ടാവില്ല, AC പരിപാടി, സീറ്റഡ് പരിപാടി. മൂപ്പര് അന്ന് പോലീസ് പിടിച്ചു. അത് പിടിച്ചു പറഞ്ഞ പോലെ എന്തായാലും ചോദ്യം ചെയ്യില്ല, കാരണം മൂപ്പരാണ് ഇവന്റ് നടത്തുന്നത്. അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു, ഇവൻ ആരാണ്, നിങ്ങൾക്ക് ഇത്രയും ആൾ വരും, നിങ്ങൾക്ക് അറിയില്ല, ഇത്ര ആൾ ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഗ്രൗണ്ട് എടുക്കണ്ടേ. അപ്പോൾ ഓല് പറഞ്ഞാൽ നമുക്കിത് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലേനും ഒരു പിന്നെ പറഞ്ഞാൽ ഓലെ പെർമിഷൻ്റെ സൈഡൊക്കെ പക്കയാണ്, മിനിസ്ട്രി എന്നുള്ള പെർമിഷനും എല്ലാ കാര്യങ്ങളും. 8 മണി വരെ അവർക്ക് പെർമിഷൻ ഉണ്ട്. പക്ഷേ ആൾക്കാർ ഓവറായിട്ട് റോഡൊക്കെ ഇറങ്ങൽ തുടങ്ങിയപ്പോൾ 7 മണി 7 ആയപ്പോൾ ഇതിന് പരിപാടി നിർത്തണം എന്ന് പറഞ്ഞിട്ട് എന്നാലും പരിപാടി നിർത്തി. പരമാവധി കുഴപ്പമില്ലാതെയൊക്കെ പാടാം. നമ്മളാ ഒരു ഫുൾ ബാൻഡ് പോയതിനുള്ള ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളൂ. പക്ഷെ നമ്മള് പാടാൻ പറ്റുന്നത്ര അവിടെ നിന്ന ആൾക്കാർക്ക് ഹാപ്പി ആവാൻ. പിന്നെ പറഞ്ഞാൽ അവിടെ അമ്മതിരി ചൂടാണ്. ആ ചൂടത്തും തിങ്ങി നടന്ന കുട്ടികളും മക്കളും ഉമ്മമാരും, അതായത് നമ്മളെ എവിടെ നോക്കിയാലും ആൾക്കാർ, ഇവിടെ നീ തലവരെ ആൾക്കാർ, സ്റ്റേജിന്റെ ഈ സൈഡിലെ ആൾക്കാർ, ബാക്കിലെ ആൾക്കാർ, റോഡിന്റെ അപ്പുറത്തെ ആൾക്കാർ, അതിന്റെ അപ്പുറത്തെ ആൾക്കാർ, അതിന്റെ അപ്പുറത്തെ ആൾക്കാർ, മാളിന്റെ ഉള്ളിലും ആൾക്കാർ, എല്ലായിടത്തും ചിത്രം വരച്ചു കൊണ്ടാണ് എന്നോട് പറഞ്ഞേ
ഒരു മാർഗമല്ല മെച്ചിയെ കാണാൻ ഞാൻ ഞങ്ങൾ പക്ഷെ പിറ്റേ ദിവസം കണ്ടിരുന്നു ഒരു മീനിന്റെ കടയിൽ നമ്മള് സീ ഫുഡ് കഴിക്കണ കട ഉണ്ട്, സീ ഫുഡ് കിട്ടണ അവിടെ പോയി കഴിച്ചപ്പോൾ ഓരോ കണ്ടിരുന്നു നമ്മള്. അപ്പോൾ എന്തുകൊണ്ടും വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇവരെ പറ്റി എന്തായാലും പറയണം, കാരണം നമ്മൾ വേറെയും സ്പോൺസേഴ്സിൻ്റെ കൂടെ ഒക്കെ പോയതാണല്ലോ. പക്ഷേ ആ പോയവർ ഇവർ നമ്മളെ ഇടങ്ങാറാക്കുകയില്ല. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അങ്ങനെ ചെയ്താൽ മതി. ഇവർ പറയും നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാനാണ് നിങ്ങളെ ഗൺഫർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങളാണ് നിങ്ങളെ കൊടുക്കുന്നത്, നിങ്ങളെ ഇന്ന കടയ്ക്കൊക്കെ നിങ്ങൾ വരണം, ഞങ്ങൾ ഇന്ന ഫാമിലീസിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണ ഓൽക്ക് വേണമെങ്കിൽ പറയാം. ഓല എങ്ങനെയാണ് നമ്മളെ കടയ്ക്കൊന്ന് വരാൻ കഴിയുമോ, ഇതാക്കുമോ നമ്മളൊരു കുടുംബക്കാരുണ്ട് ഫോട്ടോ എടുക്കണം, സ്റ്റാഫിന് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നത് പറ്റുമോ, അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ഇതിൽ. പിന്നെ പറഞ്ഞാൽ നമുക്ക് എന്താണ് ഫുഡ് വേണ്ടത്, നമുക്ക് ഓൾറെഡി ആ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് പറ്റൂല നമുക്ക് വേറെ കൊണ്ടുപോവാം, അതാക്കാം എന്തുകൊണ്ട്. പിന്നെ പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ ഒരാവശ്യം കഴിഞ്ഞു, പിന്നെ നമുക്ക് ഓൽക്കുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തു റൂമിൽ ഇരുന്നോളൂ, നിങ്ങൾ ഫുഡ് കഴിക്കണേ വിളിച്ചാൽ മതി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ പരിപാടി കഴിഞ്ഞിട്ടാണോ ഓല് പിന്നെ നമ്മൾ പിന്നെയും കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റേ വലിയ വണ്ടി എടുത്ത് നമ്മളെ സക്സസ് സെലിബ്രേഷൻ പറഞ്ഞാൽ അത് കേക്ക് അത് റെയറാണ് അവിടെ ലിമോ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. അത് ഈ റെന്റിന് എടുക്കൂല, നമ്മള് ഒരു ദിവസത്തിന് റെന്റിന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ടൈമിന് റെന്റിന് എടുക്കാം, അങ്ങനെ ഇതൊരു ശരിക്കും ഒരു കാറാണ്, 4 വീലാണ്. മറ്റേത് പറഞ്ഞ ട്രാവലർ പോലെയല്ല, അതിന് 4 വീലുള്ളൂ. പക്ഷെ അത് ഓടിക്കണമെങ്കിൽ നോർമൽ ലൈസൻസും മതി. പക്ഷെ ഓടിക്കണമെങ്കിൽ നല്ല അറിയണം വണ്ടിനെ പറ്റി, അത് ഏത് റോഡിൽ കൂടെ ഒക്കെ പോകും, എങ്ങനെയൊക്കെ തിരിക്കണം, എങ്ങനെ ഓടിക്കണം, എങ്ങനെ അപ്പൊ അങ്ങനെയായിരുന്നു. ഒരു നമ്മളെ കടലിൽ കൊണ്ടാൻ ക്രൂയിസ് ഷിപ്പ് അടക്കം ബുക്ക് ചെയ്യാൻ നിൽക്കുന്നു റെന്റിന് എടുക്കാനൊക്കെ. പക്ഷെ നമ്മള് പിന്നെ ഹലഫ് ബായിന്റെ അടുത്ത് പോയിട്ട് പിന്നെ ഇത്രയും മുട്ടായികൾ നമുക്ക് വാങ്ങി തന്നത് ഹലഫ് ബായി ആണ്. ഹലഫിനെ കുറിച്ചൊരു 2 വാക്ക് പറയാം. ഹലഫ് ബായിനെ കുറിച്ച് പറയുകയാണെന്നില് അത് 2 വാക്കിലും ഒതുങ്ങൂല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗിലും ഇത് ഇവിടെ തീരാൻ പോകണില്ല, അത് എല്ലാവർക്കും അറിയാം. കാരണം ഹലഫ് ബായി നമുക്ക് ഇത്രയും കാലം നമ്മളെന്താ വെച്ചാൽ വ്ളോഗ് എടുത്തിട്ട്, കാരണം മൂപ്പർക്ക് അങ്ങനെ ക്യാമറന് മുന്നിൽ വരുന്ന ഇഷ്ടമല്ല. മൂപ്പരെ പറ്റി കൂടുതൽ ഇങ്ങനെ പറയണത്, മൂപ്പരെ പറ്റി മറ്റേ റീൽസ് ഇട്ടൂടെ? ഇല്ല, മൂപ്പർക്ക് അതിന് താല്പര്യം എന്താ പറയുക, കാരണം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളൊപ്പം വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക വെച്ചാൽ നമ്മളെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹലഫ് ബായിക്ക് ഒരിക്കലും അങ്ങനെ പാടില്ല. അതായത് നമ്മളോട് ചില സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ നമ്മളിപ്പോൾ താങ്ക് യു ഹലഫ് ബായി എന്നൊക്കെ എഴുതി ഇടുമ്പോൾ ഹലഫ് ബായിനെ പറയാം നിങ്ങൾ അങ്ങനെ ഡൽഹി, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞങ്ങളെ യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും, അങ്ങനെ ഇടണ്ട. ചിലപ്പോൾ ഡിലീറ്റ് ആക്കാൻ വരെ പറയാം. അതിനൊക്കെ ഇട്ട സ്റ്റോറി തന്നെ അതിനെ കൊണ്ട് കുറേയൊക്കെ ഡിലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഹലഫ് ബായിക്ക് അത്ര ക്യാമറ മുന്നിൽ വരാൻ താല്പര്യം. പിന്നെ ഇപ്രാവശ്യം ബോസ് എന്താ അറിയില്ല, നമ്മൾ കുറേ പോയി ബോസ് നല്ല ഓണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇപ്പോൾ ഹലഫ് ബായിൻ്റെ അടുത്ത് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഫാമിലിയിൽ മക്കളെ കാണിച്ചു തരും. മക്കള് നമ്മളെ കൂടെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. മക്കള് നല്ല ഫുൾ ഓണം. നമ്മളെ വീട്ടിലെ 3 ആളും നല്ല ഫുൾ ചാടിക്കളിയും ഇതാക്കലും. ഓൽക്ക് അവിടെ എല്ലാ എൻ്റർടൈൻമെൻറ്റ് ഏരിയകളിലും എല്ലാവരും ഓല അറിയാം. ഹലഫ് ബായി ചെല്ലുമ്പോൾ തന്നെ പറയും മക്കൾ വന്നതിന് കഴിഞ്ഞ പ്രാവശ്യം ഓല് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഹലഫ് ബായിനെക്കാട്ടിലും അവിടുത്തെ മക്കളെ എല്ലാവർക്കും ഈ പ്രേതത്തിൻ്റെ ശൈലിയും ഈ വെടിവെക്കണ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടുത്തെ എല്ലാവരെയും അറിയാം. കാരണം ഓല എല്ലാ ടൈമും എപ്പോഴും പോകലുണ്ട്. പിന്നെ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് എല്ലാം ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. റോളർ എല്ലാം ഒന്നിനൊന്നിനും വെച്ചായിരുന്നു. ബ്ലാക്ക് ഔട്ട് പോയപ്പോൾ പ്രേതത്തിൻ്റെതാണെങ്കിലും അത് ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. റോളർ കോസ്റ്റർ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. പിന്നെ പ്രേതം പേടിച്ചോ? പേടിച്ചതെ അപ്പോൾ പാംജുമേറ ഫസ്റ്റ് അതേനു. പാംജുമേറത്തെ ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താ സിയാഗോൾഡേറ്റ് ഒലപ്പിലെ ലാസ്റ്റ് ഡേയും അല്ലേ ഹലഫുനുപ്പിലെ ഫസ്റ്റ് ഡേ തന്നേനു. പാംജുമേറയിൽ പ്രൈവറ്റ് ബീച്ചിൽ നമ്മൾ വോളിബോളും സർഫിങ്ങും അത് കിഡിലും ദിവസമായിരുന്നു. അന്ന് ഹലഫ് പറഞ്ഞ് ഗെറ്റ് ഇൻ ഡു ദിസ് ഒറ്റ പോക്കട പോയത് ഒരു കയ്യൊക്കെ കൂട്ടി നല്ല രസമായിരുന്നു. ഉള്ളിൽ ആളുകൾ കൂട്ടിമുട്ടോ? കൂട്ടിമുട്ടോന്നോ? പിന്നെ കേപ്പിന്റെ ചുണ്ട് പൊട്ടി ബ്ലാക്ക് ഔട്ടില് ഇരുട്ടാണ്. ആ ബീച്ചില്ലേ, ബീച്ചാണ് അത്. കാരണം അവരെ അവിടെ വീടുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് ആക്സസ് ഉള്ളൂ. അത് കിഡില, അന്ന് കിഡിലും ദിവസമായിരുന്നു. പിന്നെ ലൈസങ്ങളൊക്കെ കിഡിലാണ് എല്ലാം. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അവിടെ നമുക്ക് വെളിച്ചം കാണുന്നുണ്ടാവും. പക്ഷെ അത് നൈറ്റ് വിഷൻ CCTV ക്യാമറ ആയതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ നമ്മൾ അവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഫുള്ള് ഇരുട്ടാണ്, നമുക്കൊന്നും കാണില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിൽ അവസാനം മരം മുറിച്ച മെഷീനും കൊണ്ട വരിക ട്രാൻ അതിലെല്ലാവരും പറത്തി ഓടിയപ്പോ ഇങ്ങനെ കുത്തിട്ട് കേൾപ്പിക്ക് ചുണ്ടിന്. അറിയാൻ തട്ടിപ്പോയതാണ് മെഷീൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഉള്ളൊരാള് അതിൻ്റെ ഉള്ള ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഓരോ പ്രേതങ്ങളെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒറിജിൻ
ഒറിജിനൽ അല്ല ഒറിജിനൽ അല്ല മനുഷ്യന്മാരന്നെ പ്രേതത്തിന്റെ ക്യാരക്ടർ ചെയ്യൂലേ അങ്ങനെ ചെയ്യും. ഓരോ കയ്യിൽ നമ്മളെ ഷോക്ക് അടിപ്പിക്കണ മെഷീന്, ഈ മരം മുറിക്കുന്ന മെഷീനൊക്കെ അബദ്ധത്തിൽ തട്ടി അങ്ങനെ അല്ല അതിന് ബ്ലേഡില്ല, അതിന് ബ്ലേഡ് ഉണ്ടാവില്ല. അത് പക്ഷെ കറങ്ങൊക്കെ ചെയ്യും. പക്ഷെ അല്ല കറങ്ങും, ഒച്ച ഉണ്ടാവും, ബ്ലേഡ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒറിജിനൽ അല്ല, അത് തട്ടിയൊന്നും ആവൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇരുട്ടത്ത് ഇപ്പൊ അവിടെ ഒരു പൂച്ചാണെങ്കിൽ തന്നെ നമുക്ക് ചെറിയൊരു എന്താ സംശയം ഉണ്ടാവും. അതിങ്ങനെ നമ്മക്കല്ല നിനക്ക് പേടില്ല. രാവിലെ കൂടി ദുബായ് കൊണ്ടുപോയിട്ട് നമ്മൾ ആദ്യം കൊണ്ടാവണ ബ്ലാക്ക് ഔട്ട് ആദ്യം പറഞ്ഞ ഹാർട്ട് പേഷ്യൻസിനെ കയറ്റരുത്. അതുകൊണ്ട് അങ്ങനത്തെ ബെൽറ്റ് ഇടുക. ആ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാല് എന്ത് ഞാൻ ബെൽറ്റ് ഇട്ടാണ് കേറുന്നു. അത് കാരണല്ലേ നമുക്ക് ഇപ്പൊ എനിക്കും അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ എങ്ങനെയായാലും പെട്ടെന്ന് ഇരുട്ടത്തെ ഒരാൾ ബാക്കിൽ നമ്മളെ പിന്നാലോട്ട് നമ്മള് വായൂലേ, ആ ഒരു സെൻസേഷൻ നമുക്ക് വരുമല്ലോ. അപ്പൊ അതേനു. അപ്പൊ ഹൽഫ് ഇപ്രാവശ്യം പിന്നെയും കുറച്ചൊക്കെ വ്ളോഗിലൊക്കെ ഓൺ ആയിരുന്നു. മറ്റേ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനും എന്താ വെച്ചാൽ ബോസ് ആകെ നോർമൽ മോഡൊക്കെ അപ്പൊ നമുക്ക് തന്നെ വ്ളോഗ് എടുക്കാൻ ഒരു മടിയാവും. മൂപ്പരെ കംഫർട്ട് സോൺ നമ്മൾ കളയണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ വ്ളോഗ് എടുക്കാത്തതാണ്. പിന്നെ ഇപ്രാവശ്യം ബോസ് എന്താ അറിയില്ല, നമ്മളെല്ലാവരും ഓൺ ആയതുകൊണ്ട് ബോസും കുഴപ്പമില്ലാതെ ഓൺ ആയി. വ്ളോഗിലൊക്കെ കുഴപ്പമില്ലാതെ നിന്ന് എന്നാലും കുറേയൊക്കെ വ്ളോഗ് എടുക്കുമ്പോൾ വേണ്ടെന്ന് പറയും. അപ്പോൾ ഹലഫ് ഭായ് എന്ന് പറഞ്ഞാൽ വേറെ മനുഷ്യനാണ്. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഫാമിലി. ബോസ് നാട്ടിലേക്ക് അങ്ങനെ വരില്ല, കുറവാണ്. അതാണ് ആകെ വന്നിക്കണത് ഓരോ ഡ്രൈവർ ഉണ്ട്, ഹനീഫ് എന്ന് പറഞ്ഞിട്ട് ഓരോ കല്യാണത്തിന് മാത്രമാണ് വന്നിക്കണത്. വന്നിട്ടുണ്ട് ഒരു വട്ടം കുറേ മുന്നേ. ഇപ്പൊ ഹനീഫ് 14 കൊല്ലമായിട്ട് മൂപ്പരെ വീട്ടിൽ വർക്ക് ചെയ്യണതാണ്. മൂപ്പരെ വണ്ടി കാര്യങ്ങള് ഹനീഫ് വർക്ക് ചെയ്യണതാണ്. അപ്പൊ ഹനീഫ് പറഞ്ഞാൽ നമുക്കും ഹനീഫിനെ ഏർപ്പാടാക്കിയിട്ട് ഒന്ന് കൂറ്റമ്പാറ, നിലമ്പൂർ കൂറ്റമ്പാറ ഇൻഷാ അല്ലാഹ് വരാ പറഞ്ഞിക്കണ്. ഇൻഷാ അല്ലാഹ് എന്താ നോക്കിയിട്ട് പറ്റുന്ന സാഹചര്യം. കാരണം മൂപ്പർക്ക് അവിടുത്തെ ഓഫീസ് അവിടുത്തെ ഓഫീസ് കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണ മൂപ്പരാണ്. അറബി ആ വീഡിയോ കണ്ടിട്ട് തന്നെ കൽപ്പിച്ച് ഇരിക്കണ്ടായിരുന്നു. നമ്മളിതായാലും അറബി പറയുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് കൽപ്പ് നല്ല ചിരി ഇരിക്കണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടുത്തെ ഓഫീസൊക്കെ നമ്മളടുത്ത് കിടക്കാൻ മൂപ്പര് വരും. മൂപ്പര് രാവിലെ നമ്മളെ സുബൈക്ക് നമ്മളടുത്ത് ഒന്ന് പോവാം, എന്നിട്ട് കുറച്ച് നേരം കടന്നുണ്ടെങ്കിൽ രാവിലെ പണിക്ക് പോകും. വൈകുന്നേരം വരെ പണി കഴിഞ്ഞ് നേരെ നമ്മളടുത്തേക്കാണ് വരിക. അപ്പോൾ മൂപ്പർക്ക് ജോബ് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണ മൂപ്പരല്ലേ. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മുടങ്ങും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരോ ഒരു ഇതിലങ്ങനെ പണിയെടുത്ത് പോകണമല്ലേ. അപ്പം നമുക്കും തന്നെ നമ്മളെ പണി പാട്ട് പാടലായതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരാഴ്ച അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ടീച്ചറോ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച നിൽക്കാൻ കഴിയില്ല. നമുക്ക് നമ്മളെ ജോലി ഇവിടെ മിസ്സാവില്ല. അതുപോലെ മൂപ്പരുടെ ജോലി അവിടെ മിസ്സാവാണ്. നമുക്ക് വെക്കേഷനിൽ പോവാം. ഇൻഷാല്ലാ ഫാമിലി ആയിട്ട് എന്തായാലും ഒരു നമ്മൾ എന്തായാലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഹലഫ് ഭായും പറഞ്ഞാണ് ഫാമിലി ആയിട്ട് ഫസ്റ്റ് ദുബായിക്ക് ഉപ്പച്ചിനെ കൊണ്ടുപോവാണ്. ഇൻഷാല്ലാ നമ്മൾ എന്തായാലും ആദ്യം കൊണ്ടുപോകാം ബ്ലാക്ക് ഔട്ട് കാണട്ടോ. അതിൽ എക്സോസിസോ അല്ലെങ്കിൽ ടോർച്ചറോ ഏതെങ്കിലും ഒരു മോഡ് കൊണ്ടുപോയി കയറ്റണം, ബെൽറ്റ് ഇല്ലാതെ. അപ്പൊ എന്തുകൊണ്ടും താങ്ക് യു സോ മച്ച് സിയ ഗോൾഡുകാരോടും നന്ദി പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ ഹലഫ് ഭായിനോടും. ചരിത്രഭൂമികളോട് പറഞ്ഞ ആ ഒരു ഇതില് നമ്മളെ ബക്ക ട്രാവൽസിന്റെ ഞങ്ങൾ 2 പേരും പിന്നെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. അന്ന് ഇസ്രായേൽ, ഫലസ്തീന്, തുർക്കി, സൗദി, ഈജിപ്ത്, പിന്നെ ജോർദാൻ ഇത്രയും രാജ്യങ്ങൾ പിന്നെ സൗദി മക്ക മദീന നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളെ മനസ്സിലൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു രാജ്യങ്ങൾ, അതായത് ഒന്നിൽ ഖത്തർ അല്ലെങ്കിൽ ദുബായ്. നമ്മൾ പണ്ട് ഈ സൗദിയിൽ പോകുന്ന ആൾക്കാരും ബഹ്റൈനിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോവാന്നറിയാം? അല്ല, ദുബായ്ക്ക് പോവാന്നറിയില്ല. അങ്ങനെയായിരുന്നു. ദുബായിലോനും ദുബായ് അറിയും, സൗദിയിലോനും ദുബായ് അറിയും. ശരിക്കും ദുബായ് ഒന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? ആണ്. ഗൾഫ് പറഞ്ഞാലോ ഓക്കെ, ദുബായ്ക്ക് പോകാന്നറിയും. അപ്പോൾ അതാണ് ദുബായ്. മറ്റേ നമ്മളെ എസ് എ ജമീലിൻ്റെ കത്തുപാട്ടിൻ്റെ പേരെന്താണ്? ദുബായ് കത്തുപാട്ടെന്നാണ്. ഇന്ന് മൂപ്പര അവിടെയുള്ള ആ ഇതാണ് സംഭവമാണ് പാട്ടിലൂടെ കൊണ്ടുവരുന്നത്. ദുബായ് കത്തുപാട്ടെന്നാണ്. അല്ലേ? അബുദാബിയിലുള്ളൊരു എഴുത്ത് പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ടു ഞെട്ടി. അത് ഒരു കത്തുപാട്ടിന് മറുപടി ആയിട്ടാണത്. ഏതാ കത്തുപാട്ട്? എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ
പ്രിയ ഭർത്താവ് അത് മറുപടിയാ? അതിന്റെ മറുപടിയാണ്. എന്തെന്നാലേറെ പിരിശത്താൽ അങ്ങനെ എന്തൊക്കെ രഹനാനെ കണ്ടില്ല നിങ്ങള്? രഹനത്താനെ കണ്ടില്ലേ? ഖത്തറിന് രഹനത്ത പാടിയത്. രഹനത്ത നമ്മളെ കുടുംബക്കാരത്തിയും കൂടി കേട്ടോ. ഡാഡിന്റെ വാപ്പിയും രഹനത്താന്റെ വലിയപ്പയും ഏട്ടനും അഞ്ചനും, അതായത് ഡാഡിന്റെ പെങ്ങളെ കുട്ടിയാണ് രഹന. ഏതായാലും രഹനാന്റെ അമ്മ പുതിയറയാണ്, ഡാഡി പുതിയറയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മലയാളത്തിൽ പറഞ്ഞ പോലെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ വരിക അറിയാതെ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ. നിന്നെ ഞാൻ അപ്പനൊന്ന് വിളിക്കട്ടെടാ. അപ്പോൾ ഇതാണ് ദുബായ് കത്തുപാട്ടിൻ്റെ ഒക്കെ പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പോൾ ആ ദുബായിലാണ് ഇപ്പോൾ നിങ്ങൾ പോയി വന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല ഇതുമായി പ്രപ്പോസലൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ കുറച്ചോ 2 ആഴ്ച കേട്ടെ. അപ്പൊ എന്തായാലും ദുബായ് എന്താണെന്ന് കാണിച്ചത് നമുക്ക് ഖലഫ് ഭായി ആണ്. അപ്പോൾ ഖലഫ് ഭായിനോട് അതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുപോയ സിയ ഗോൾഡുകാരോടും അവിടെ വന്ന ആൾക്കാരോടും എല്ലാവരോടും നമ്മളെ വ്ളോഗ് കാണുന്നവരോടും ചാനലുള്ളവരോടും കാണുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും എല്ലാവരോടും നന്ദി പറയുകയാണ്. ആളുകളുണ്ട്, ഉമ്മച്ചിമാരും കുട്ടികളും വലിയവരും ചെറിയവരും, അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കണ എല്ലാരോടും താങ്ക് യു സോ മച്ച്. അതിലുപരി പഠിച്ചവനോടും ചില സംഗതികളൊക്കെ കറുത്ത ബാഗ് പൊളിച്ചില്ല അതിലൊന്നുമില്ല കേട്ടോ. എനിക്ക് ചില സംഗതികൾ പറഞ്ഞാൽ എൻ്റെ സ്കൂളത്തെ കുട്ടികളെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഗ്രൗണ്ടിലുണ്ടാവും വട്ടത്തും കടങ്ങനെ. അതിൽ കണ്ട ഓടിയേണ്ടി വരും. വന്നിട്ട് പറയും ഇങ്ങനെ, പിന്നെ ഹനാൻ ഷാക്കാക്കു പിന്നെ പാമ്പിനെ തോളിലിട്ടില്ലേ, പിന്നെ കയ്യിലെടുത്ത് ആനക്കൊണ്ടനെ കണ്ടോ നിങ്ങൾ? ഞാൻ ഇവിടുന്ന് ആനക്കൊണ്ടനെ കാണാനാ. ആനക്കൊണ്ടോ ഞാൻ പറയണത്. എന്നാല് സത്യത്തില് സിംഹം വലിച്ച് സിംഹം പുലിയും കൂടിയ ലയണും ടൈഗറും കൂടിയ അതിന്റെ അച്ഛൻ പുലിയും അമ്മ സിംഹം അങ്ങനെ എന്തോ ആണ്. അതിന്റെ ഒരു ഉറപ്പിലെങ്ങും വലിച്ചിങ്ങനെ ഇട്ടില്ലേ വടം വലി ഇറത്തി കുറച്ച് ആൾക്കാര് സിംഹം ഉള്ളില് 12 വർഷത്തിന് മുകളിൽ എത്ര ഉണ്ട് അതിന് പ്രായം? എത്ര 200 എത്ര കിലോ ഉണ്ട് അത്. ഭയങ്കര കനാണ്. അപ്പോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മളിനി പറഞ്ഞു നീട്ടുന്നില്ല, ഓരോ കഥകൾ പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല. അപ്പം നമുക്ക് വേറെ വ്ളോഗുകളൊക്കെ ആയിട്ട് കാണാം. നിങ്ങളടുത്ത് ആരോ ദുബായ് ഫ്ലാഗ് തന്നിക്കണ് പറഞ്ഞല്ലോ, അത് അനുവിൻ്റെ അടുത്താണ്. അനു വന്നിട്ട് ഫ്ലാഗ് വീശിയെടുക്കണം. അത് ഖത്തറിന്റെ ഫ്ലാഗാണ്. ഞങ്ങൾ ദുബായിന്റെ ഖത്തറാരോടും നമുക്ക് സ്നേഹം മാത്രമാണുള്ളത്. കൊടുത്തു വിട്ടിട്ടുണ്ടോ മെച്ചി അറിഞ്ഞീനി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് കാണാം. ബൈ.